കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ ഡെക്കോറ 2024 എന്ന പേരിൽ ശാസ്ത്ര പ്രദർശന മേള സംഘടിപ്പിച്ചു. ശാസ്ത്രം മനുഷ്യനന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മേള സംഘടിപ്പിച്ചത്. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ഡെക്കോറ 2024 എന്ന പേരിൽ ശാസ്ത്ര പ്രദർശന മേള സംഘടിപ്പിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത വസ്ത്രധാരണ രീതികളെക്കുറിച്ചുള്ള കുട്ടികളുടെ അവതരണം ശ്രദ്ധേയമായി. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന സ്കിറ്റും പരിപാടിയുടെ ഭാഗമായി നടന്നു. Here we are introducing Punjab from the north towards the south. We are presenting first Punjab, afterwards Rajasthan, then Sikkim, Goa, Kerala and Kashmir at the north. പരിസരങ്ങളിൽ ഉപേക്ഷിച്ച വസ്തുക്കളിൽ നിന്നുള്ള പ്രയോജനകരമായ വസ്തുക്കളുടെ നിർമ്മാണം, ശാസ്ത്രലോകത്തെ അത്ഭുതകരമായ കണ്ടെത്തലുകൾ, നാണയശേഖരണം, പുരാവസ്തുക്കളുടെ പരിചയപ്പെടുത്തൽ, വന്യജീവികളെക്കുറിച്ചുള്ള വിവിധ വിശദീകരണങ്ങൾ, പ്രകൃതി സൗന്ദര്യം വിളിച്ചോതുന്ന രൂപങ്ങൾ എന്നിവ മേളയെ ശ്രദ്ധേയമാക്കി. ഗായത്രി സ്കൂളിലെ ഡെക്കോറ 2023-24 എക്സിബിഷനാണ് ഇവിടെ നടന്നത്. KG to 4th വരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. അവർ ഐഡിയാസും അവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ടീച്ചേഴ്സിന് നല്ലൊരു ഹെൽപ്പ് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അതുപോലെ പാരൻസും അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കൊടുത്തിരുന്നു. ഇതെല്ലാം കൂടി ചേർത്താണ് കുട്ടികൾ അവർ ഐഡിയാസ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ കാണിച്ചത്. അതിൽ ചന്ദ്രയാൻ 3 വരെയുണ്ട്. അതുകൂടാതെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. പിന്നെ അവരുടെ വണ്ടേഴ്സ് ഫ്രം വേസ്റ്റ് അതിൽ നിന്നുള്ള ഐഡിയാസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലാണ് കുഞ്ഞുങ്ങളതെല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ പങ്കതിൽ നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും അതിന് വേണ്ട എല്ലാ സപ്പോർട്ട്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന സ്കൂളിനും സ്കൂൾ മാനേജ്മെൻറ്റിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെയും കുട്ടികളുടെ നന്ദി അറിയിക്കുന്നു. This is our Decora 2024 where tiny children from KG to Standard 4 they have done the work. Means most of the things are the things which are normally found at home. With that they have made certain things related to the subject, like solar system they have done something based on forest. All the subjects are included there in that, and it is purely their creativity, their imagination, their own ideas. Parents would have definitely supported them. Teachers also gave them some idea, but it is exclusively done by the children. What I appreciate is their interest in taking part there in that, and how creatively they are displaying the things and explaining what all things are there, what all they have made. So we are really proud of them, the way how they are expressing their feelings about the exhibits that they have done. They have made so many items in which they haven't spent much. Certain children have brought certain things based on antiques, probably that they have there at home, but then at least they have ideas about those things. Moreover, some children, they have displayed some books. തൊഴിൽ, വിനോദ, വിജ്ഞാന രംഗത്തും ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഗായത്രി സ്കൂൾ നടത്തുന്ന ശാസ്ത്രമേളകൾ കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിനപ്പുറം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ചിന്തകളും ഉയർത്തുന്നതാണെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു. ഡെക്കോറ 2024 പ്രദർശന പരിപാടിയിൽ പ്രിൻസിപ്പൽ ലീന ശങ്കർ, ട്രസ്റ്റ് സെക്രട്ടറി ജയ്സിംഗ്, ട്രഷറർ ജോസ് ജോർജ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ വി വിനോദ് എന്നിവർ പങ്കെടുത്തു. ഡെക്കോറ 2024. Our imagination, our ideas and our creativity. Today, we the students from KG to 4th are all set with our exhibits. We have carved our knowledge in all the subjects in form of these exhibits that have been displayed here. We all welcome you to Decora 2024. Thank you, and I hope you all have a nice day. CD News, Kayangulam.